നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 7 ദിവസമാണ് ബാക്കിയുള്ളത്. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് LDF സ്ഥാനാർത്ഥിയായ സഖാവ് PK ശ്യാമള ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നത് ഉറപ്പാണ്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് LDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. UDF ക്യാമ്പിൽ വലിയ പരിഭ്രാന്തിയാണുള്ളത്. അപ്പം അതിനാൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തി ദുരാരോപണങ്ങളും നുണപ്രചരണങ്ങളുമായി വന്നിരിക്കുകയാണ്. അവസരവാദത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും ആൾരൂപമായിട്ടുള്ള UDF സ്ഥാനാർത്ഥിക്ക് വോട്ടർമാർക്കിടയിൽ തീരെ മതിപ്പില്ലെന്ന വസ്തുത കോൺഗ്രസിലെയും ലീഗിലെയും പ്രവർത്തകരിൽ വലിയൊരു ശതമാനത്തെ പുറകോട്ടടിപ്പിക്കുന്നുണ്ട്. തോൽവി ഉറപ്പാകുമ്പോഴാണ് നിലവിട്ട പെരുമാറ്റങ്ങളും ആരോപണങ്ങളും ഉയർത്തുക. അത് ജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാനാവുന്നുണ്ട്. വസ്തുതക്ക് നിരക്കാത്ത നുണകളുമായാണ് UDF സ്ഥാനാർത്ഥി ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയത്. സിനിമാ സംവിധായകൻ രഞ്ജിത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങൾ മാങ്ങയുള്ള മാവിലേക്ക് ഉള്ള കല്ലേറ് മാത്രമാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതലയേൽക്കുന്നത് 2022 ജനുവരി 7-നാണ്. ആ സമയത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. ആ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് UDF സ്ഥാനാർത്ഥി ദുഷ്പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ നേരത്തെ ഒരു നടി പരാതി നൽകിയപ്പോൾ കേരള പോലീസ് കേസെടുത്തിരുന്നു. ആ ആരോപണത്തെ തുടർന്നാണ് രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. സ്ത്രീപക്ഷ നവകേരളം എന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. അതിനെ അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ല. അതിനാലാണ് കേരളത്തിലെ സ്ത്രീകൾ പൊതുവിൽ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഇടതുപക്ഷത്തെ നോക്കിക്കാണുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ UDFൻ്റെ MLA ആയി തുടരുന്നത് മറക്കാനാണ് ശ്രമിക്കുന്നത്. നിരവധി സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കുകയും ഗർഭഛിദ്രം നടത്തുകയും ചെയ്ത് കേസുകളിൽ നിന്ന് കേസുകളിലേക്ക് യാത്ര നടത്തുകയാണ് ആ കോൺഗ്രസ്സുകാരൻ. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും UDFന് വേണ്ടി പ്രചരണം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ തള്ളിപ്പറയാൻ UDF സ്ഥാനാർത്ഥിക്ക് പറ്റുമോ? 2017 ജൂലൈ 22-ന് കോൺഗ്രസ് MLA M വിൻസെൻറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉപ്പുകുറുക്കൽ സത്യാഗ്രഹം നടത്തിയതിനല്ല, അയൽവാസിയായ വീട്ടമ്മയുടെ ലൈംഗിക പീഡന പരാതിയെ തുടർന്നാണ് ആ കേസുണ്ടായത്. പരാതിക്കാർ താമസിക്കുന്ന വാർഡിൽ പ്രവേശിക്കരുതെന്നടക്കമുള്ള കർശന ഉപാധികളോടുകൂടിയാണ് ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. കോവളത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അദ്ദേഹമാണ്. ഇത് സംബന്ധിച്ചും തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥിക്ക് പ്രതികരിക്കാവുന്നതാണ്. PK ശ്യാമള ടീച്ചർ ഒരു കുടുംബത്തിൻ്റെ നോമിനിയായി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ കെട്ടിയിറക്കിയതുപോലെ സ്ഥാനാർത്ഥിയായ വ്യക്തിയല്ല. ശ്യാമൾ ടീച്ചറുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ വിദ്യാർത്ഥി യുവജന മഹിളാ രംഗങ്ങളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച പോരാളിയാണ്. നിലവിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ
ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. PK ശ്യാമള ഇപ്പോൾ അവസരവാദത്തിൻ്റെ പേരിൽ UDF ക്യാമ്പിൽ അഭയം പ്രാപിച്ച UDF സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ നിരവധി സമരമുഖങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നതാണ്. അതൊക്കെ കുടുംബത്തിൻ്റെ നോമിനിയായുള്ള പങ്കാളിത്തമാണോ എന്നതും UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കണം. ഈ കുടുംബാധിപത്യത്തെക്കുറിച്ച് വാചാലനാവുന്ന UDF സ്ഥാനാർത്ഥി ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ദിരയുടെ മകൻ സഞ്ജയ് നടത്തിയ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് അറിയാമോ? ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ പൈലറ്റായി ജോലി ചെയ്തിരുന്ന രാജീവ് ഗാന്ധിയാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് നിയോഗിച്ചത്. എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അതിനു മുമ്പുണ്ടായിരുന്നത്? രാജീവ് ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിൻ്റെ കടിഞ്ഞാൺ സോണിയാഗാന്ധിയുടെ കൈകളിലെത്തിയത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? എന്തായിരുന്നു അവരുടെ അതിനു മുന്നേയുള്ള രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം? കേരളത്തിൽ K. കരുണാകരൻ്റെ മകൻ മുരളീധരൻ അധികാര സ്ഥാനങ്ങളിൽ എത്തിയത് PT തോമസ് മരണപ്പെട്ടപ്പോൾ ഉമാ തോമസ് MLA ആയത്, G. കാർത്തികേയൻ മരണപ്പെട്ടപ്പോൾ ശബരിനാഥ് MLA ആയത്, ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ ചാണ്ടി ഉമ്മൻ MLA ആയത്, ഇതൊക്കെ എന്ത് രാഷ്ട്രീയ സമര പാരമ്പര്യത്തിൻ്റെ ഭാഗമായാണ്? കുടുംബാധിപത്യത്തോടുള്ള UDF സ്ഥാനാർത്ഥിയുടെ എതിർപ്പ് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇതിനോടൊക്കെ പ്രതികരിക്കാനും ഇത്തരം പ്രവണതകളെ തള്ളിപ്പറയാനുമുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ വലിയ നിലക്ക് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് പേരിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ. അതിന് മറുപടിയില്ല. ഇപ്പോൾ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ എത്ര രൂപ പിരിച്ചെടുത്തുവെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് കണക്ക് ചോദിച്ച് മനസ്സിലാക്കി UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥി അധികാരത്തിൻ്റെ ആൾരൂപമായതുകൊണ്ടാണ് UDFൻ്റെ തിണ്ണ നിരങ്ങുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ നാളെ അദ്ദേഹം ഹിന്ദുത്വ വർഗീയതയെ കൂട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇപ്പോൾ ലാവണം കൊടുത്ത കോൺഗ്രസിനെയും UDFനെയും കുറിച്ച് നുണകൾ പറഞ്ഞു നടക്കുമെന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. അധികാരമോഹികളും അവസരവാദികളുമാണ് പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും പോയി വിമർശനങ്ങൾ തൊടുക്കുന്നത്. CPMനെ സംബന്ധിച്ച് ഉൾപാർട്ടി ജനാധിപത്യമുള്ള സംഘടനയാണ് അത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്ത് കാര്യവും ആർക്കും പാർട്ടിക്കകത്ത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 5.5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങൾ ഉൾപാർട്ടി ജനാധിപത്യമുള്ള CPIMൻ്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് അധികാരമോഹവും അവസരവാദവുമില്ല. അവർക്ക് വഞ്ചകരാകാൻ സാധിക്കുകയുമില്ല. അവരിൽ നിന്നും വ്യത്യസ്തരായി പാർട്ടി വിട്ടുപോയി പുറത്തു നിന്ന് നന്നാക്കാൻ നോക്കുന്നവർ ലക്ഷ്യമിടുന്നത് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും നാശമാണ്. CPIM അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ്. അച്ചടക്കലംഘനം നടത്തിയാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കൊല്ലൻ്റെ ആലയിൽ കൂടം മുട്ടുമ്പോൾ കീടങ്ങൾ തെറിക്കും. തുരുമ്പ് കീടങ്ങളാണവ. അത്തരം തുരുമ്പ് കീടങ്ങൾ കൊണ്ട് LDFനെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനാവില്ലെന്ന് UDF തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രമുഖനായിട്ടൊരു കോൺഗ്രസ് നേതാവ് തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ റിബലായിട്ട് മത്സരിക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തനം എന്നത് പാർലമെൻ്ററി പ്രവർത്തനം മാത്രമല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അണിനിരക്കുന്ന ലക്ഷക്കണക്കിന്
ജനങ്ങൾക്ക് പാർലമെൻറ്റേതര പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പാർലമെൻ്ററി രംഗത്ത് അവസരം കിട്ടിയില്ലെന്ന കൊതിക്കെറുവിൽ പ്രസ്ഥാനം വിട്ടുപോകുന്നവർ അധികാരമോഹികളും വർഗവഞ്ചകരുമാണ്. തളിപ്പറമ്പിലെ ജനങ്ങൾക്ക് അതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആ ജനവികാരം കൃത്യമായി പ്രതിഫലിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് PK ശ്യാമള ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യം വസ്തുത വെച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ. 3 തവണ MLA ആയ ഒരാൾ പാർട്ടി സെക്രട്ടറി ആവുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെ നിയമിക്കണം എന്ന് പറയുന്നത് കണ്ടന്റ് ഉണ്ടല്ലോ. അതിലെന്താണ് കണ്ടന്റ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലാവില്ല താങ്കളുടെ ചോദ്യത്തിന്. കാരണം അതാ ഞാൻ പറഞ്ഞത്. അതെ, ഗോവിന്ദൻ മാഷയുടെ ജീവിത പങ്കാളിയാവുന്നതിന് മുമ്പ് ശ്യാമള നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ ഈ ജില്ലയിലെ ജനങ്ങൾക്കാകെ അറിയാലോ. മട്ടന്നൂരിലെ ചാവശ്ശേരി ഉളിയിലാണ് ശ്യാമള ജനിച്ചത്. വിദ്യാർത്ഥിയായ ഘട്ടത്തിൽ SFIയുടെ പ്രവർത്തനം നടത്തി. കോളേജ് യൂണിയനിൽ SFIയുടെ ബാനറിൽ മത്സരിച്ച് വൈസ് ചെയർപേഴ്സണായി മട്ടന്നൂർ PRNSS കോളേജ്. മട്ടന്നൂരിലെ DYFIയുടെ ഭാരവാഹിയായി. ശൈല ടീച്ചർ സെക്രട്ടറി ആയിക്കൊണ്ടുള്ള മട്ടന്നൂരിലെ മഹിളാ അസോസിയേഷൻ്റെ കമ്മിറ്റിയിൽ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ശ്യാമള ടീച്ചർ. അപ്പോൾ ഗോവിന്ദൻ മാഷയുടെ ജീവിത പങ്കാളിയാവുന്നതിന് മുമ്പെയുള്ള ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന പാരമ്പര്യം മറച്ചുവെക്കാനാണ് UDF സ്ഥാനാർത്ഥി ഇത്തരം നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദത്തിൽ യാതൊരു ഉള്ളടക്കവും ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സ്ഥാനം കിട്ടാത്തതുകൊണ്ട് പല നുണകളും അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, ഈ കഴിഞ്ഞ 5 വർഷം വികസനമൊന്നും ഇല്ലായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന 10 വർഷം, അതായത് ജെയിംസ് മാത്യു MLA ആയിരുന്നപ്പോൾ വികസനം ഉണ്ടായിരുന്നു, റോഡുകളൊക്കെ പഠിച്ചു. അതിൻ്റെ തുടർച്ച മാത്രമാണ് കഴിഞ്ഞ 5 കൊല്ലം ഉണ്ടായത്. ഈ കഴിഞ്ഞ 5 കൊല്ലം പല അഴിമതിയും ഇവിടെ നടന്നിട്ടുണ്ട്. അത് പുറത്തു വരാതിരിക്കാനാണ് ഭാര്യ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളൊരു ആരോപണമാണ് ഇന്നലെ പറഞ്ഞത്. അതെ, അദ്ദേഹത്തിൻ്റെ ഈ വേഷം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പാർട്ടിയിലുള്ള സമയത്ത് വികസന സംവാദ സദസ്സ് നടത്തിയിട്ടുണ്ട് ഈ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ. ആ വികസന സംവാദ സദസ്സുകളിൽ നിലവിലുള്ള MLA MV ഗോവിന്ദൻ മാഷൊപ്പം ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിയും പോയിട്ട് ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ജനങ്ങളോട് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി PK ശ്യാമള ടീച്ചറും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ MV ഗോവിന്ദൻ മാഷയുടെ കൂടെ ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ശ്യാമള ടീച്ചറും നാടെമ്പാടും പോയി വിശദീകരിക്കുക. വികസനം വലിയ നിലക്ക് നടന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു. ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാ വീട്ടുകാർക്കും ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിഷേധിക്കട്ടെ ഏതെങ്കിലും കാര്യം നടന്നില്ല എന്നുള്ളത്, അതില്ലാത്തതാണെന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഭാഗമായി നിൽക്കുന്ന അവസരത്തിൽ ഇതെല്ലാം നാട്ടുകാരോട് വിശദീകരിച്ചാൽ തനിക്ക് പ്രതീക്ഷിച്ചിട്ടുള്ള സ്ഥാനം കിട്ടിയില്ല എന്നതുകൊണ്ട് പുറത്തുപോയി പലതും പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇന്ന് KC വേണുഗോപാൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഇന്ന് KC വേണുഗോപാൽ രാവിലെ കണ്ണൂരിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3ാം നിലയിൽ CPM വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും കല്യാശ്ശേരിയിലെ വോട്ടുകളടക്കം ഇങ്ങോട്ടേക്ക് മാറ്റി ഡബിൾ വോട്ടുകൾക്ക് ശ്രമിക്കുന്നുവെന്നാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. അത് ആരോപണം ഉന്നയിച്ച നേതാവ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവാണെന്നാണ് നമ്മളെല്ലാം ധരിക്കുന്നത്. പക്ഷെ നിലവാരമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ആളാണ് ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ്. അപ്പോൾ അതുകൊണ്ട് നിലവാരമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പിന്നെ അദ്ദേഹം കൃത്യമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ആക്ഷേപം കൊടുക്കട്ടെ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. തെളിവൊന്നും കയ്യിലില്ല, കേട്ടറിവാണെന്നാണ് പറയുന്നത്. കേട്ടറിവെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല എന്ന് പ്രമാണമുണ്ട്.
മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കേട്ടറിവിന് പ്രാമാണികതയില്ല. അപ്പോൾ അതിന് തെളിവ് വേണം. അപ്പോൾ തെളിവില്ലാതെ ഒരു അഖിലേന്ത്യാ നേതാവ് തന്നെ ഈ തരത്തിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ്, നിലവാരമില്ലാത്ത വാദങ്ങളാണ്. പക്ഷെ പാർട്ടിയിലെ രഹസ്യങ്ങൾ അറിയാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് കയ്യിലുണ്ട് എന്നാണ് KC പറഞ്ഞത്. അതുകൊണ്ടാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ മൂന്നാമത്തെ നിലയിൽ, ഓഫീസിൻ്റെ മൂന്നാമത്തെ നിലയിൽ നടക്കുന്ന അച്ചടി കാര്യങ്ങൾ അറിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്ന ആളെപ്പറ്റി ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഹരിയാനയിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ഈ പറഞ്ഞ ആളടക്കം ലക്ഷങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു എന്ന ആരോപണം മാത്രമല്ല, കേസായി വന്നിരിക്കുകയാണ്. ആ കേസിന് അദ്ദേഹം കോടതിയിൽ മറുപടി പറയട്ടെ. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 ഉറുപ്പിയായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ അത് കൈക്കൂലിയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ജനവിരുദ്ധ സമീപനം സ്വീകരിച്ച നേതാവാണത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും. ജയരാട്ട ഈ UDFിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഈ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി ശ്യാമള ടീച്ചറുടെ ചീഫ് ഏജൻറ്റ് സ്ഥാനത്ത് നിന്ന് K. സന്തോഷിനെ മാറ്റി CN കൃഷ്ണനെ മാറ്റി CN കൃഷ്ണനെ നിയമിച്ചു എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അതായത് സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്താൽ ചീഫ് ഏജൻ്റ് ആരാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എഴുതി കൊടുക്കുമല്ലോ. ആ എഴുതി കൊടുത്ത ആൾ തന്നെയാണ് ഇപ്പോൾ ചീഫ് ഏജൻ്റായിട്ട് ഉള്ളത്. ആരെയും മാറ്റിയിട്ടില്ല. ഞാനായിട്ട് ഇന്നലെ ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോൾ ഞാൻ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലാണെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. സ്ഥാനാർത്ഥി വലിയ രീതിയിൽ പ്രചാരണത്തിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള സാധ്യത കാണുന്നുണ്ടോ? അല്ല, ഇവിടെ BJPയുടെ ജില്ലാ പ്രസിഡൻ്റാണല്ലോ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്ക് ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഇവിടെ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ എവിടെയും പ്രചാരണത്തിൽ കാണുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ളൊരു വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അല്ല, അതായത് സഖാവ് ഗോവിന്ദ മാഷ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കുന്നുണ്ട്, പ്രചരണ പ്രവർത്തനത്തിലും പങ്കെടുക്കുന്നുണ്ട്. ആ പ്രചരണ പ്രവർത്തനത്തിൽ എവിടെയാണ് ഗോവിന്ദ മാഷ് പ്രസംഗിക്കേണ്ടത്, എവിടെയാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി പ്രസംഗിക്കേണ്ടത്, അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാളെ ഇവിടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി തന്നെ പങ്കെടുത്തൊരു മീറ്റിംഗ് ഉണ്ടല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ സീനിയർ നേതാവ് എന്ന് മാത്രമല്ല സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ മറ്റ് നേതാക്കന്മാരും വരുന്നുണ്ട്. മുതിർന്ന നേതാവ് സുഭാഷിണി അലി വരുന്നുണ്ട്, അതുപോലെയുള്ള പല നേതാക്കന്മാരും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഈ UDF സ്ഥാനാർത്ഥിയുടെ വാദം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. അല്ലല്ല, അത് വികസന സംവാദ സദസ്സുകളിൽ ഈ അദ്ദേഹം MLA ആയ സമയത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മീറ്റിങ്ങിലും അദ്ദേഹം തന്നെ പങ്കെടുത്ത് വിശദീകരിക്കണം എന്ന വ്യവസ്ഥയൊന്നുമില്ല. അദ്ദേഹം നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂരിപക്ഷം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അത് ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കിട്ടും. അല്ല, അതാണ് പറഞ്ഞത്, വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ഈ വിമത സ്ഥാനാർത്ഥിക്ക് പിന്നെ CPM എന്ന് നേരത്തെ ഇപ്പോഴൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതെ വിമത സ്ഥാനാർത്ഥി കൊയ്യൻ ജനാർദ്ദൻ പിന്നെ CPM ആണ്. ജനാർദ്ദൻ മത്സരിക്കുന്ന നിരന്തരം നിങ്ങൾ മത്സരിക്കുന്ന സീനിയർ കോൺഗ്രസ് നേതാവിനോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ, ആരുടെ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് മനസ്സിലാക്കേണ്ടിക്കൽ ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, അത് മത്സരിക്കുന്ന ജനാർദ്ദനോട് തന്നെ നിങ്ങൾ ചോദിക്കുന്നതാണ് നല്ലത്. അന്നേരത്ത് നല്ല വ്യക്തത വരും. അദ്ദേഹം പറഞ്ഞതാണല്ലോ നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ വാർത്തയായി കൊടുക്കേണ്ടത് അദ്ദേഹം പറയുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടം മുട്ടിയാൽ കീടം തെറിക്കും, അങ്ങനെ തെറിച്ചിട്ടുള്ള തുരുമ്പായിട്ടുള്ള ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് LDFനെ നേരിടാനാവില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന ആഗ്രഹം പഠിപ്പിച്ചുകൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ടൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. മലപ്പുറത്തടക്കം CPM പ്രവർത്തകർ മറ്റേ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിക്കുന്നു എന്നാണ് ഗോവിന്ദൻ്റെ മറ്റൊരു ആരോപണം.
അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM അക്രമം LDF അക്രമം എന്ന് പ്രചരിപ്പിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടി പറഞ്ഞ ആളാണ് ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനോട് ആ പഴയ പ്രസ്താവനകൾ ഒന്ന് പുതുക്കിയെടുത്ത് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറയണം. അദ്ദേഹം പറഞ്ഞത് പാർട്ടി അംഗങ്ങളും പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ കേസുകളിൽ പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടി നേതൃത്വം കൊണ്ടുപോകരുതെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നടത്തിയിട്ടുണ്ട് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ. അല്ല, അത് CPMനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും സമാധാനപരമായിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ബോർഡുകളും LDF സ്ഥാനാർത്ഥിയുടെ ബോർഡുകളും ചില സ്ഥലത്ത് ഇപ്പോൾ ചപ്പാരപ്പടവിലൊക്കെ LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരായാലും തരക്കേടില്ല, ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ പാടില്ല എന്നതാണ് ഞങ്ങളുടെ സമീപനം. സംസ്ഥാനത്ത് പലയിടത്തും ഈ SDPI വോട്ടുകൾ LDFിലേക്ക് വരുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കണ്ണൂരിൽ എങ്ങനെയാണ് നിർത്തിയിട്ടില്ല? ആകെ നിർത്തിയത് തലശ്ശേരിയിലാണ് തോന്നുന്നു, കാരായി രാജനെതിരെ സ്ഥാനാർത്ഥി നിർത്തിയത്. എങ്ങനെയാണ് SDPIക്ക് പലയിടങ്ങളിലും ശക്തമായി തന്നെ വോട്ടുണ്ട്, തരക്കേടില്ലാത്ത വോട്ടുണ്ട്, എങ്ങനെയാണ് അതിനെ? അല്ല, ഇപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ് തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് കാരായി രാജൻ. സഖാവ് രാജൻ ഒരു കള്ളക്കേസിൽ പ്രതിയാണ്, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ രാജനെ കള്ളക്കേസിൽ പെടുത്തിയത് യഥാർത്ഥത്തിൽ RSSകാർ നടത്തിയിട്ട് ഒരു കൊലപാതക കേസിലാണ് CPMൻ്റെ നേതാവായിട്ടുള്ള സഖാവ് രാജനെ കള്ളക്കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ SDPI സ്ഥാനാർത്ഥി രാജനെതിരായിട്ട് മത്സരിക്കുക, എന്നിട്ട് CPM പിന്നെ SDPI തമ്മിൽ ഡീലുണ്ടെന്ന് വാദിക്കുക. അതെങ്ങനെയാണ് പൊരുത്തപ്പെടുക? CPM സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണല്ലോ കാരായി രാജൻ. രാജനെതിരായിട്ട് അവിടെ SDPIക്ക് സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ SDPI വോട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണോ CPMൻ്റെ നിലപാട്? അല്ലല്ല, CPMൻ്റെ നിലപാട് പാർട്ടിയുടെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഗീയതക്കും എതിരാണ്. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വ UDFനെതിരാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ VD സതീശൻ, കണ്ടിട്ടില്ലേ നിങ്ങൾ? RSS നേതാവായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ കുമ്പിട്ട് വിളക്ക് കൊളുത്തുന്ന ചിത്രം വന്നല്ലോ. അപ്പോൾ വർഗീയ ശക്തികളുമായിട്ട് സമരസപ്പെടുക എന്ന നിലപാട് അത് UDFനുള്ളത്. അപ്പോൾ UDFനെയും BJPയെയും ശക്തമായിട്ട് എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. വ്യക്തികൾ എന്ന നിലക്ക് പലരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ നിലപാടിനനുസരിച്ചാണ്. വിശാലാർത്ഥത്തിൽ നിയമത്ത് ഈ ആരുടെയും വോട്ട് വാങ്ങാമെന്ന് ശിവൻകുട്ടി പറയുന്നു. അതിൽ SDPയുടെ വോട്ട് അതിൽ ഉൾക്കൊള്ളും. അപ്പൊ അങ്ങനെ എങ്കിൽ തളിപ്പറമ്പിലോ കണ്ണൂരിലോ മറ്റിടങ്ങളിലോ അങ്ങനെ വിശാലാർത്ഥത്തിൽ SDPയുടെ വോട്ട് അല്ല, ഇതിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. LDFന് കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടുണ്ട്. ഞങ്ങൾക്ക് ആരെയെങ്കിലും ചാരി നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല, ആരെയെങ്കിലും ചാരി നിൽക്കേണ്ട ആവശ്യമില്ല. അതായത് നിലപാടിനെ ചാരിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ ഞങ്ങളുടെ നിലപാട്? ഓരോ പ്രശ്നങ്ങളിലും, സമൂഹം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും LDFന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇന്നത്തെ യുദ്ധ സാഹചര്യം BJPക്കുണ്ടോ പിന്നെ നിലപാട്? അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന ആക്രമ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് മലയാളികളായിട്ടുള്ള പ്രവാസികളടക്കം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. രാജ്യത്ത് കോർപ്പറേറ്റുകൾ പോറ്റി വളർത്തുന്ന രണ്ട് വലതുപക്ഷ ശക്തികളാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒന്നാം സ്ഥാനമായിരിക്കാം കോർപ്പറേറ്റുകൾ ഫണ്ട് കൊടുക്കുന്നത് BJPക്കാണ്, രണ്ടാം സ്ഥാനമായിരിക്കാം കോൺഗ്രസിനാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കാതെ ജനങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്ന, ജനാധിപത്യ വ്യവസ്ഥയെ അർത്ഥപൂർണ്ണമാക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. മൂന്നാമതായിട്ട് കേരളത്തിലെ 10 വർഷത്തെ വികസനക്ഷേമ പരിപാടികൾ അത് തുടരണം. അത് തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടിനെ പിന്തുണക്കുന്ന ഏത് വ്യക്തിയുടെയും വോട്ട് LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണം. അല്ല, ഈ ജമാഅത്ത് സംഘടിതമായ കേരള സ്വഭാവമുള്ള ഒരു സംഘടനയാണ് SDPI. അവരുടെ അണികളിൽ പിന്നീട് വ്യക്തികളായിട്ട് വേറെ ഒരു പ്രസ്ഥാനത്തിൽ വോട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം പൊതുവിൽ അതിനകത്ത് ഉണ്ടാവാറില്ല. അത്തരത്തിൽ ഇത്രയും ഒരുപാട് കേസുകളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ പശ്ചാത്തലമുള്ള CPM ഉൾപ്പെടെ SFI ഉൾപ്പെടെ ആൾക്കാർ കൊലപാതക കേസിൽ പ്രതിയായ ആ SDPയെ വേണ്ട, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് CPM എന്തിനാണ് മടി? അല്ല, നേരത്തെയുള്ള ചോദ്യത്തിന്, താങ്കൾ ചോദിച്ച ചോദ്യത്തിനും വ്യക്തമായ മറുപടി അടങ്ങിയിട്ടുണ്ട്. അതായത്
VK ശ്യാമൾ ടീച്ചർ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതും കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലവും LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ നിലപാടിന് അനുകൂലമായിട്ട് ഏതൊക്കെ വ്യക്തികൾ വോട്ട് ചെയ്യുമോ ആ വോട്ടുകളെല്ലാം ഞങ്ങൾ സമാഹരിക്കും. ചേട്ടാ മറ്റൊരു വിഷയം, നേരത്തെ പറഞ്ഞ മറുപടിയിൽ അതുണ്ട്. മറ്റൊരു വിഷയം, ഈ PDP ആയി ബന്ധപ്പെട്ടിട്ട് താങ്കളെടുത്ത നിലപാട് താങ്കളുടെ പുസ്തകത്തിൽ ഉൾപ്പെടെ പരാമർശിച്ചു പോയതാണ്. മദനിയെക്കുറിച്ചുള്ള താങ്കളുടെ നിലപാടൊക്കെ ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് താങ്കൾ പുസ്തകം എഴുതിയതിന് ശേഷം PDP മാറിയിട്ടുണ്ടോ? PDPയുടെ പിന്തുണ LDFന് തരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് താങ്കൾ, അതായത് എൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, അതായത് എൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയോ? കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ഇസ്ലാമിനെയും രണ്ടായി കണ്ടുകൊണ്ടുള്ള സമീപനമാണ് ആ പുസ്തകത്തിലുള്ളത്. അതിൽ അബ്ദുൽ നാസർ മദനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നിലപാടുകളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അവസാന കാലത്ത് മതനിരപേക്ഷത ശക്തികൾക്കൊപ്പമാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. എല്ലാം സമഗ്രമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പിന്തുണയിൽ പ്രശ്നമില്ല തന്നെയാണോ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇതെല്ലാം വ്യക്തമാണ്. ആ പുസ്തകം നിങ്ങൾ ശരിയായിട്ടൊന്ന് വായിച്ചു നോക്കണം. അതേക്കുറിച്ച് അല്ല, പ്രതിഷേധമുയർത്തിയല്ല ഞാൻ പറയുന്നത്. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മദനിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗമുണ്ട്. അവസാന കാലത്ത് അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. ആ നിലക്ക് മതനിരപേക്ഷ നിലപാടിനോടൊപ്പമാണ് അദ്ദേഹം പിൽക്കാലത്ത് നിന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ SDPയുടെ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നില്ല, പക്ഷെ അവരുടെ വോട്ടുകൾ വേണം. അല്ല, അത് നേരത്തെ പറഞ്ഞതിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പുസ്തകത്തിൽ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എല്ലാം ഒരുപോലെ തന്നെ, വ്യത്യാസമില്ല.